പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു. തിരുവെഴുത്തിന്റെ രഹസ്യങ്ങൾ ആത്മാവിലൂടെയാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ ഇടയാകുന്നത്. എന്നാൽ വിശുദ്ധ വചനം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യദൈവത്തിന്റെ പ്രത്യേകതകൾ നോക്കുക. അവൻ ആരുടെയും സംരക്ഷണം വേണം. സങ്കീർത്തന പുസ്തകം 91 അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗം ശ്രദ്ധിക്കുക. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു. നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണലായ ദൈവം മയങ്ങാതെയും ഉറങ്ങാതെയും നിന്നെ കാക്കുന്നു. അവർ ഗോഡ് ഈസ് മോസ്റ്റ് ഹൈ, ഗോഡ് ആൻഡ് ഓൾമൈറ്റി ഗോഡ്. ഇവിടെ ദൈവത്തിന് 2 പ്രത്യേകതകൾ കാണാം. ഒന്ന്, അവൻ അത്യുന്നതനാണ്, മോസ്റ്റ് ഹൈ. 2, അവൻ സർവശക്തനാണ്, ഓൾമൈറ്റി. ഇവിടെ ഒത്തിരി ഉന്നതന്മാരുണ്ട്, എന്നാൽ അത്യുന്നതൻ ഒരുവൻ, അത് നമ്മുടെ ദൈവം മാത്രമാണ് അത്യുന്നതൻ. ഇവിടെ ഒത്തിരി ശക്തന്മാരുണ്ട്, എന്നാൽ സർവശക്തൻ ഒരുവൻ, അത് നമ്മുടെ ദൈവം മാത്രമാണ്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയുണ്ട് പ്രിയമുള്ളവർ. അവൻ നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ്, നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവ്. നാം സൂക്ഷിക്കുന്നവനല്ല, നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ കർത്താവ് ഏക ദൈവം തന്നെയാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അനേകം ദൈവങ്ങളുടെ മുമ്പിൽ തോക്കുധാരികൾ കാവൽ നിൽക്കുന്നു. ഇവിടെ പല പ്രധാനപ്പെട്ട ദൈവങ്ങളും മനുഷ്യരാൽ സംരക്ഷിക്കപ്പെടുന്നു. മനുഷ്യന്റെ കാവൽ അത്യാവശ്യമാണ്. കാരണം സ്വർണം, വെള്ളി, വിലയേറിയ രക്തങ്ങൾ എന്നിവ കൊണ്ട് പൊതിഞ്ഞവയാണ്. എന്നാൽ അത് അപഹരിക്കാൻ വേണ്ടി കോടാലി, വാക്കത്തി, അതുപോലെ കമ്പിപ്പാര കുത്തി തുറന്ന് അതിൻ്റെ മേൽ ചുറ്റിയിരിക്കുന്ന സ്വർണങ്ങളും വിലയേറിയ രത്നങ്ങളും കവർച്ച ചെയ്യാൻ ഇടവരുന്നു. എന്നാൽ ഈ ദൈവങ്ങൾക്ക് സ്വന്തമായ ഒരു സംരക്ഷണമില്ല. അവയെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ ആ പോകുന്ന വഴിയാണ്. അവയെ കൊണ്ട് കുഴിച്ചിട്ടാൽ അത് അവിടെ കൊടുക്കും, അവയെ കൊണ്ട് ഉരുക്കിയാൽ അത് ഇല്ലാതെയാകും. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ അല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, നമ്മളെ കാക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന ദൈവം. സങ്കീർത്തന പുസ്തകം നമുക്ക് നോക്കാം. സങ്കീർത്തനം 121 3 മുതൽ ഉള്ള വചനഭാഗം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകനാണ്. അവൻ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണലാണ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാത്തവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കുന്ന ദൈവമാണ്. മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് ദൈവം ഉണർന്നിരിക്കുന്ന ദൈവമാണ്. എന്നാൽ നമ്മൾ ഓർക്കണം, മനുഷ്യൻ ഉറക്കേണ്ട ദൈവങ്ങളുണ്ട്, കൊട്ടി ഉണർത്തേണ്ട ദൈവങ്ങളുണ്ട്. മനുഷ്യൻ സമയാസമയങ്ങളിൽ അവലും പഴവും പാലും തേനും ഒക്കെ കൊടുത്ത് പോറ്റി വളർത്തുന്ന ദൈവങ്ങളുണ്ട്, മനുഷ്യന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ദൈവങ്ങൾ. എന്നാൽ നമ്മുടെ ദൈവം മനുഷ്യന്റെ സംരക്ഷണത്തിലല്ല, ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ് നമ്മെ സംരക്ഷിക്കുന്ന ദൈവം. നമുക്കിവിടെ തിരിച്ചറിയാൻ കഴിയും, നമ്മളെ കാക്കുന്ന ദൈവത്തെയാണ് നമ്മൾ അറിയേണ്ടത്. അനന്ത വികായുസിൽ പറക്കുമ്പോൾ നിങ്ങൾ കയറിയ വിമാനം തകരുമെന്ന് കാണുമ്പോൾ ആകാശത്തിന്റെ വിരിമാറിൽ ഇറങ്ങി വന്ന് കീഴെ ശാശ്വത ഭുജം കൊണ്ട് വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയിൽ കൂട്ടായ്മ കൂടി മടങ്ങിപ്പോയ ഒരു പ്രിയദാസി വിദേശ രാജ്യത്തിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രയിൽ ലാൻഡിങ്ങിന്റെ സമയമായപ്പോൾ പെട്ടെന്ന് വിമാനം താഴെ ഇറക്കാൻ കഴിയാതെ പെട്ടെന്ന് മുകളിലേക്ക് ഉയർത്തുവാനും
പെട്ടെന്ന് എമർജൻസി വാതിലുകളെല്ലാം തുറന്നിടുവാൻ ഇവിടെ വന്നു. വിമാനത്തിലുള്ളവർക്ക് അനൗൺസ് കിട്ടി, ഇനി വിമാനം താഴെ ഇറക്കാൻ ഭയങ്കര പ്രയാസമാണ്. എന്നാൽ അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദാസി കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ വിമാനം ലാൻഡ് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ഇവിടെയൊന്ന് ഓർക്കണം, നമ്മുടെ ദൈവം എപ്പോഴും പരിപാലിക്കുന്ന ദൈവം. പ്രാർത്ഥിക്കുന്ന ഒരുവൻ കൂടെയുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നവന്റെ സംരക്ഷണമുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരുന്നതും പ്രവർത്തിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. കാരണം ആവർത്തന പുസ്തകത്തിന് 33:27 ആഴക്കടലിൽ വെച്ച് നീ കയറിയ കപ്പൽ ആപത്ഘട്ടത്തിൽ പെടുമ്പോൾ എത്ര അലറി വിളിച്ചാലും ആരും സഹായിക്കുവാൻ കഴിയാത്ത ഇടത്ത് ഇറങ്ങി വന്ന് വിടുവിക്കുന്നത് ദൈവമുണ്ട്. നീ മെഡിക്കൽ കോളേജിന്റെ ഐസിയുലാണെങ്കിലും, വാർഡിലാണെങ്കിലും, നീ ജയിലറിലാണെങ്കിലും, നീ ഏതവസ്ഥയിൽ എവിടെ കിടന്നാലും നിന്നെ കാക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന, നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ കർത്താവാണ് നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നത്. ആകാശത്തിന്റെ കീഴെ മനുഷ്യ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ അതേ കർത്താവ് നമ്മുടെ മധ്യേ കടന്നു വന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ പരിപാലിക്കുന്നു. സങ്കീർത്തന പുസ്തകം 91:12-13 വചനത്തിൽ ദൈവത്തിന്റെ സൂക്ഷിപ്പ് ഏത് വിധത്തിലൊക്കെയാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. അവൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കും. കാരണം രാഹുകാലം, കേതുകാലം, നക്ഷത്രഫലം, നാളുദോഷം, ശകുനം, വരച്ചുപോക്ക് തുടങ്ങിയ ലോകജാതികൾ ഭയപ്പെടുന്നതും ഭ്രമിക്കുന്നതുമായ ഒന്നിനെയും ഒരു ദൈവ പൈതൽ ഭയപ്പെടുകയില്ല. സിംഹത്തിന്റെയും അണലിലിയുടെയും മേൽ നീ ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ഒരു ബാധയും നിന്റെ മേൽ കടന്നു വരികയില്ല. നീ ഭയപ്പെടരുത്. കാരണം ഒരു ക്ഷുദ്രവിദ്യയോ മന്ത്രവാദമോ ശകുനവാദമോ ആഭിചാരം ഒന്നും നിനക്കേൽക്കുകയില്ല. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും ഭയപ്പെടുകയില്ല. ഇയ്യോബിന്റെ 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനത്തിൽ ദൈവം ഇയ്യോബിനും അവനുള്ളതൊക്കെയും വേലി കെട്ടി സംരക്ഷിച്ചു. എന്നെയും നിന്നെയും വേലി കെട്ടി സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെയും നിന്നെയും ഒരുപോലെ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ സർവശക്തനാണ്, അവൻ സർവ്വയാമിയാണ്, അവൻ സർവ്വതിനും മതിയായ ദൈവമാണ്. കാരണം സക്രിയാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം ഇങ്ങനെ നമ്മളെ ഓർമ്മിക്കുകയാണ്. ഇസ്രായേലിന്റെ കാവലായ ദൈവം തന്നെ തീമതിലായിരിക്കുമെന്നും നിന്നെ തൊടുന്നവർ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നുവെന്നും നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ടെന്നും നീ അറിയണം. ദൈവസഭയാം തോട്ടത്തിന്റെ സംരക്ഷണത്തെ കുറിച്ച് യഹോവയായി നിന്നെ ഞാൻ സൂക്ഷിക്കും. ആരും നിന്നെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. യെശയ്യാ 27:2 പറയുക, ദൈവം എങ്ങനെ സൂക്ഷിക്കും നിന്നെ? രാവും പകലും എന്ന പോലെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. നിങ്ങൾ കർത്താവിന്റെ കൂടെ ജീവിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ എപ്പോഴും പരിപാലിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയും. എപ്പോഴും പരിപാലിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുന്നത്. എന്റെ ജനത്തോട് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്, ദുഷ്ടനായ സാത്താനെയോ അവന്റെ സേനകളെയോ അവന്റെ അജ്ഞാനമൂർത്തികളായ ഏജന്റുമാരെയോ ഒരു ദൈവ പൈതൽ ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത്? ദൈവ പൈതലിന്റെ സംരക്ഷണം ദൈവത്തിന്റെ കരത്തിന്റെ കീഴിലാണ്. ദൈവം അധികാരം കൊടുത്തേക്കുക ദൈവമക്കൾക്ക്. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുവാൻ വേണ്ടി കൽപ്പിച്ചാൽ ദുഷ്ടന്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞു മാറുന്നത് കാണാൻ കഴിയും. ദുഷ്ടൻ തന്റെ വഴി വിട്ട് തിരിഞ്ഞു മാറേണ്ടതിൽ ദുഷ്ടനോട് പറയണം, ദുഷ്ട, നീ പാപത്തിലാണ്, നീ ബന്ധനത്തിലാണ്, നീ ലോകത്തിന്റെ കെട്ടിലാണ്. നിന്റെ പാപം വിട്ടുപോയില്ലെങ്കിൽ നീ ഏതായാലും മരിക്കും. പാപം വിട്ട് തിരിയുന്നുവെങ്കിൽ നീ ജീവനിലേക്ക് കടന്നു വരാൻ ഇടവരും. കാരണം ഈ ലോകത്തിന്റെ മയക്കുമരുന്നാകട്ടെ, ഈ ലോകത്തിന്റെ ജഡത്തിന്റെ സുഖമാകട്ടെ, ഈ പാപത്തിന്റെ ബന്ധനമാകട്ടെ, അന്ധകാരത്തിന്റെ കെട്ടുകളാകട്ടെ, ഈ ലോകത്തിന്റെ മോഹത്തിന്റെ വലയത്തിന്റെ അകത്ത് നിന്ന് നീ വിട്ട് നിന്റെ
ജീവിതം ക്രിസ്തുവിനായി ഏൽപ്പിക്കുന്നുവെങ്കിൽ, ബൈബിൾ നിന്നെ എങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്? ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നീ ഇന്ന് ജീവിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിനക്ക് നിശ്ചിത കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. ഇതാ, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു ദൈവിക ഇടമുണ്ട്. എന്തുകൊണ്ടാ? എന്നെയും നിന്നെയും സൂക്ഷിക്കുന്ന ഒരേ ഒരു ദൈവം. നീ സൂക്ഷിക്കേണ്ട, നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. നീ പരിപാലിക്കേണ്ട, നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം. നീ കാക്കണ്ട, നിന്നെ കാക്കുന്ന ഒരു ദൈവം. കാരണം നമുക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തരാൻ കഴിയുന്ന, നമുക്ക് ദൈവിക ശബ്ദം നമ്മുടെ കാതുകളിലേക്ക് വന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ അകത്ത് ഇന്ന് വസിക്കുന്നുണ്ട്. അവന്റെ പേരാണ് യേശു കർത്താവ്. കാരണം മനുഷ്യന്റെ മൺകൂടാരത്തിൽ യേശു വസിക്കുന്നത് കൊണ്ട് ഈ മൺകൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ക്രിസ്തുയേശുവിന് മഹത്വം കൊടുത്തും അവനെ ഉയർത്തിക്കൊണ്ട് വേണം നമ്മൾ കടന്നു പോകാൻ. ഇന്നും നമ്മുടെ കർത്താവ് ജീവിക്കുന്നുണ്ട്. നിന്നിലും എന്നിലും ഒരുപോലെ ജീവിക്കുന്ന ഒരേ ഒരുവന്റെ പേരാ യേശുവെന്ന്. അവന് നമ്മൾ ഒരു പൈസ കൊടുക്കേണ്ട, അവന് നമ്മൾ ഒന്നും കൊടുക്കേണ്ട ഒന്നുണ്ട്. നിന്റെ ഹൃദയം കൊടുക്കണം, നിന്റെ ജീവിതം കൊടുക്കണം. നിനക്ക് സ്വന്തമായി തോന്നുന്നത് മുഴുവനും നിനക്ക് കൊടുത്താൽ ദൈവം പറയാ, എനിക്കുള്ളത് ഞാൻ തരും. ഞാൻ മതിയായ ദൈവമാണ്. ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്റെ പാപക്കറകളെ മുഴുവൻ തുടച്ചു നീക്കി നമുക്ക് വേണ്ടി ക്രൂശിലേറിയവൻ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്നു. അവന്റെ മുറിവിനാൽ നമ്മെ അവിടുന്ന് വിടുവിച്ചു. കാരണം അവൻ സൗഖ്യദായകനായ ദൈവമാണ്. രണ്ട് കാര്യമായി യേശു ചെയ്തത്. എന്റെ പാപവും രോഗവും അവൻ ഏറ്റെടുത്തു. ഒന്ന് വിശ്വസിക്കാമോ? യേശുവേ, രക്ഷിതാവായ ദൈവമേ, നീ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കയറിയത് എന്റെ പാപവും എന്റെ രോഗവും എനിക്ക് വേണ്ടി ഏറ്റെടുത്ത് ക്രൂശിത മരണത്തിലൂടെ എന്റെ പാപം മുഴുവൻ തുടച്ചു നീക്കി. ഞാൻ വിശ്വസിക്കുക. അപ്പോൾ മുതൽ ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്നെ എന്റെ കർത്താവ് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. കാരണം നാം ചുമക്കുന്നവനല്ല, നമ്മെ ചുമക്കുന്നവനാണ് നമ്മുടെ ദൈവം. നാം വിലക്കി വാങ്ങിയവനല്ല, നമ്മെ വിലക്കി വാങ്ങിയതാണ് നമ്മുടെ ദൈവം. ഞാൻ അവനെ ചുമക്കണ്ട, അവൻ നമ്മെ ചുമന്നോളും. ഞാൻ അവനെ വിലക്ക് കൊടുത്തു വാങ്ങണ്ട, അവൻ എന്നെ വില കൊടുത്തു വാങ്ങിയതാണ്. ഞാൻ അവന് വില കൊടുക്കേണ്ടിയുണ്ട്. എങ്ങനെ? അവന്റെ നാമത്തെ ഉയർത്തണം. അതരബലമെന്ന സ്തോത്രയാകും. ഇടപെടാതെ നമ്മളെ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും അവന്റെ കൂടെ നിൽക്കണം. കാരണം അവൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, അവൻ നമ്മളെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, അവൻ നമ്മുടെ ഭാരങ്ങൾ വഹിച്ച ദൈവമാണ്, അവൻ നമ്മുടെ പ്രയാസങ്ങളെല്ലാം ഏറ്റെടുത്ത കർത്താവാണ്. അവനെ നിന്ന് ഹൃദയം തുറന്ന് ആരാധിക്കാൻ പറ്റുമോ? ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇന്ന് അവൻ നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ഒന്ന് നോക്ക്. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ആവശ്യങ്ങളൊന്ന് കൊടുത്താലുണ്ടല്ലോ, അവൻ നമ്മുടെ മേൽ കടന്നു വന്ന് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഏതവസ്ഥയിലാണോ നമ്മൾ കടന്നെങ്കിലും ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിന്റെ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഒന്ന്, സത്യം നിങ്ങൾ അറിയണം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആരാണ് സത്യം? യേശുവാണ് സത്യം. അവനാണ് ജീവൻ, അവനാണ് സൗഖ്യം, അവനാണ് നമ്മളിൽ അത്ഭുതം ചെയ്യുന്നത്, അവനാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അവന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം നമ്മളിൽ ഇറങ്ങണം. നമ്മളെ ഹൃദയം തുറങ്ങി, മനസ്സ് തുറങ്ങി അവന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ഒരു വെളിപ്പാടായി കടന്നു വരട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കണം, നിങ്ങളുടെ കാതൊന്ന് തുറക്കണം. യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. ദൈവം ഇന്നും നമ്മുടെ കൂടെയുണ്ട്. മനുഷ്യൻ കാവല് നിൽക്കുന്ന, അല്ലെങ്കിൽ സംരക്ഷണം കൊടുക്കുന്ന, മനുഷ്യൻ കാക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ നോക്കുന്ന, മനുഷ്യൻ എന്തെങ്കിലും കൊടുത്ത് വളർത്തുന്ന ഒരാളല്ല നമ്മുടെ ദൈവം. ഈ അഖിലാണ്ടത്തെ ഉരുവാക്കിയവനാണ് നമ്മുടെ കർത്താവ്. നമുക്ക് വേണ്ടതെല്ലാം സ്വർഗത്തിൽ നിന്ന് അടർത്തിയെടുത്ത് നമുക്ക് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ കുതിർത്തി തരുന്ന ഒരു അഭിഷേകത്തിന്റെ കൃപ അവന്റെ കൂടെയുണ്ടെന്നേ. അവൻ നമ്മളെ നയിച്ചുകൊള്ളും, അവൻ നമ്മളെ നടത്തിക്കൊള്ളും. ഒന്ന് നമ്മളെ ഹൃദയം തുറന്നാലുണ്ടല്ലോ, അവൻ സ്വർഗം തുറക്കും. സ്തെഫാനോസിന് ഏറ് കിട്ടിയപ്പോൾ, സ്തെഫാനോസ് ദൈവത്തിന്റെ വചനം പറഞ്ഞ കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവനെ കല്ലെറിയുവാൻ വേണ്ടി കടന്നു വന്ന് കല്ലെറിഞ്ഞപ്പോൾ, അവന് കല്ലേറ് കിട്ടിയപ്പോൾ
അവൻ സ്വർഗത്തിലേക്ക് നോക്കി. അപ്പോഴാണ് കണ്ടത് പിതാവിന്റെ വലത്തുഭാഗത്ത് ഉപസ്ഥനായിരിക്കുന്ന യേശു കർത്താവ്. അവിടെ അവന് കാണാൻ കഴിഞ്ഞത്. ഇതാ യേശു കർത്താവ് ഉണ്ട് സ്വർഗത്തിൽ. നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടുന്ന് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കർത്താവിനെ നമ്മൾ തിരിച്ചറിയണം. ഏറ് കിട്ടിയപ്പോൾ അവൻ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല. എന്റെ കർത്താവിന്റെ കൂടെ എനിക്ക് പോകേണ്ട സമയമായി. ഭയമില്ലാത്ത ഒരു ദൈവമുണ്ട്. ഭയമില്ലാത്ത ഒരു ദൈവത്തിലുള്ള വിശ്വാസം നമുക്കുണ്ട്. യേശുവിൽ വിശ്വസിച്ചാൽ നമ്മുടെ ഭയങ്ങൾ മാറും, നമ്മുടെ പ്രശ്നങ്ങൾ മാറും, പ്രതിസന്ധികൾ മാറും. നമ്മുടെ ദൈവം അനുഗ്രഹിക്കും. അവന്റെ ശക്തി നമ്മുടെ മേലേക്ക് വെളിപ്പെട്ടു വരും. അവൻ നമ്മളെ നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കോട്ടകൾ തകർന്നു വീഴും. പ്രിയമുള്ളവരെ, ബന്ധനങ്ങളെല്ലാം വിട്ടഴിഞ്ഞു മാറും. കാരണം ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും ഒരു ദിവസമല്ല, 2 ദിവസം, 3 ദിവസം, 4 ദിവസം, 5 ദിവസം, 6 ദിവസം ചുറ്റി നടന്നു. 7-ാം ദിവസം ആർപ്പിട്ടപ്പോൾ ആ വലിയ കോട്ടയെല്ലാം തകർന്നു വീണു. ആയുധം കൊണ്ടല്ല, ആരാധന കൊണ്ട്. ഇന്ന് നിന്റെ ജീവിതത്തിലുള്ള ഏത് വലിയ പ്രശ്നമാകട്ടെ, ഏത് വലിയ പ്രതിസന്ധികളാകട്ടെ, ഏത് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളാകട്ടെ, ഇത് തകർന്നു വീഴാൻ തക്കവണ്ണം നീ കർത്താവിനെ 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 ഒന്ന് ആരാധിച്ചു മഹത്വപ്പെടുത്താൻ കഴിയുമെങ്കിൽ അവന്റെ ശക്തി നമ്മുടെ മേലേക്ക് ഇറങ്ങി വരും. അവൻ നമ്മളെ കാക്കും. യേശുവിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടും.